പ്രിയ സ്നേഹിതരെ, നമ്മളിൽ മിക്ക പേർക്കും താമസിക്കുവാൻ സ്വന്തമായ വീടുണ്ടായിരിക്കാം. അങ്ങനെ വീടില്ലാത്തവർ വാടക വീടുകളിൽ താമസിക്കുന്നു. നമ്മൾ താമസിക്കുന്ന വീടിന് ചുറ്റും അല്പമെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചെടികൾ വെക്കണം എന്ന് മിക്ക പേരും ആഗ്രഹിക്കാറുണ്ട്. കാരണം നമ്മളൊക്കെ സസ്യങ്ങളെ സ്നേഹിക്കുന്നു. അതുപോലെ ചെടികള്, മരങ്ങള് ഒക്കെ നമ്മുടെ വീടിന് ചുറ്റുമുള്ളത് നമ്മൾ വെട്ടിക്കളയുന്ന രീതിയിൽ അതൊക്കെ വളരട്ടെ. അത് നമ്മുടെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നതും നമുക്ക് മഴ ലഭിക്കുവാൻ, അന്തരീക്ഷത്തെ തണുപ്പിക്കാനൊക്കെ ഉപകരിക്കുന്നതാണ് ഈ സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ നടും. പിന്നെ അത് പച്ചക്കറി, പലതരത്തിലുള്ള പച്ചക്കറി കായ്ക്കാനൊക്കെ ഇടയാക്കുന്ന വൃക്ഷങ്ങളും സസ്യങ്ങളും നമ്മൾ നടാറുണ്ട്. അപ്പോൾ ഈ ചെടികളും വൃക്ഷങ്ങളൊക്കെ നട്ടിരിക്കുന്ന ഇടത്ത് നമ്മൾ ഒരു വർഷം ഒരു കൃഷിയും ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ, അവിടെ ഒന്നും പരിപാലിക്കുന്നില്ല, ഒന്നും വളമിടുകയോ വെള്ളം ഒഴിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ, എങ്കിൽ പോലും അവിടെ പലതരത്തിലുള്ള പുല്ല്, കാട്ടുചെടികൾ, അങ്ങനെയുള്ള പലതും വളർന്നു വരുന്ന കാണാം. ഇതിന് ഒരു വെള്ളവും വളവും ആരും ഇടുന്നില്ല. ഇനി ആരും അവിടെ കിളച്ച് നല്ല മണ്ണ് ഇളക്കിയിട്ട് കൊടുത്തിട്ടല്ല. നമുക്കറിയാം, ഈ ഭൂമിയിൽ കൃഷി ചെയ്യാതെ എവിടെ സ്ഥലം കിടന്നാലും അവിടേക്ക് വള്ളിച്ചെടികൾ, കാട്ടുചെടികൾ ഒക്കെ, പുല്ലൊക്കെ വളർന്നു വരുന്നത് സർവ്വസാധാരണമാണ്. ഇതേപോലെ നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ വികാരങ്ങളിലൊക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നല്ലത് ഉണ്ടായി വരണം. നല്ല ചിന്തകൾ, നല്ല തീരുമാനങ്ങൾ, നല്ല ആശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായി വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ മക്കൾ നല്ലത് ചിന്തിക്കണം, നല്ലത് സംസാരിക്കണം, നല്ല ആശയങ്ങളായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്, നല്ല തീരുമാനങ്ങൾ ഉണ്ടാകണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ദൈവം നമ്മളോട് പറയുന്നുണ്ട്, ദൈവം നമ്മളിൽ നിന്നും ചിലതൊക്കെ പ്രതീക്ഷിക്കുക. അപ്പോൾ ഒരു വഴിയിലേക്ക് മാത്രമുള്ള ഒരു ബന്ധമല്ല നമുക്ക് ദൈവത്തോട് നമുക്ക് ബന്ധമുള്ളതുപോലെ തന്നെ ദൈവത്തിന് നമ്മളോട് ഒരു ബന്ധമുണ്ട്. അപ്പോൾ കാട്ടുചെടികളും വള്ളിച്ചെടികളൊക്കെ വളർന്ന് കൃഷി ചെയ്യാതെ കിടക്കുന്ന ഇടത്ത് അത് കൃഷിയോഗ്യമല്ലാതാക്കുന്നത് പോലെ നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും ദൈവീക ചിന്തകൾ, നന്മയുടെ ചിന്തകൾ, സ്നേഹത്തിൻ്റെ ചിന്തകൾ ഉണ്ടായി വന്നാൽ അത് പ്രയോജനമുള്ളതായി തീരും എന്ന് ദൈവം നമ്മളോട് പറയുന്നു. ഇതാണ് ദൈവം നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. നല്ല ഫലം, നല്ല നന്മയുടെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ചിന്തയിൽ നല്ലത് വരട്ടെ, നമ്മുടെ തീരുമാനങ്ങളിൽ നല്ലത് വരട്ടെ, നമ്മുടെ ഇടപാടുകളിൽ നല്ലത് വരട്ടെ, നമ്മുടെ ചുറ്റുപാടും നമ്മൾ സൗരഭ്യം പരത്തുന്ന ചെടി പോലെ അല്ലെങ്കിൽ സൗരഭ്യം പരത്തുന്ന പുഷ്പം പോലെ നമുക്ക് ജീവിക്കുവാൻ കഴിഞ്ഞാൽ നമ്മൾ പരത്തുന്ന നന്മയുടെ സൗരഭ്യം കൊണ്ട് ചുറ്റുപാടുമുള്ളവർക്ക് അത് സുഗന്ധമായി, അനുഗ്രഹമായി, സന്തോഷമായി, ആശ്വാസമായി ഭവിക്കുവാൻ ഇടയാകും. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഒരുക്കാം. ദൈവമേ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തകളെ ദൈവത്തിൻ്റെ ചിന്തകൾ പോലെ, ദൈവിക ആശയങ്ങൾ, ദൈവിക തീരുമാനങ്ങൾ വന്നിട്ട് എന്നിൽ നിന്ന് സൗരഭ്യം പടരുന്നത് പോലെയുള്ള അനുഭവങ്ങൾ എനിക്കും എൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് ഉണ്ടാകണം എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ദൈവം അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് നമ്മളൊരു നിലം ഒരുക്കുന്നത്? ആ നിലത്തെ ഉഴുതു മറിച്ച് അവിടെയുള്ള കട്ടകളൊക്കെ പറക്കി, കല്ലുമൊക്കെ പറക്കി കളഞ്ഞ്, അവിടെ വളരുന്ന കാട്ട് ചെടികളൊക്കെ പറിച്ചു കളഞ്ഞ് അവിടെ ആ നിലം നല്ലപോലെ ഇളക്കി മറിച്ച് ഇളകിയ മണ്ണിൽ നമ്മൾ തടമിട്ട് അവിടെ ഒരു തൈ നടുകയോ ഒരു വിത്ത് പാകുകയോ ചെയ്യുന്നത് പോലെ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനസ്സിനെയൊക്കെ ഒന്ന് കാട്ടുചെടികൾ, കാട്ടുചിന്തകൾ, പ്രകൃതിയിലുള്ള ലോകത്തിലുള്ള മാലിന്യങ്ങൾ നിറഞ്ഞ ആശയങ്ങളും ചിന്തകളൊക്കെ ഒന്ന്
മാറ്റി വയ്ക്കാൻ നമ്മൾ മനസ്സ് വെച്ചാൽ ദൈവം പറയുന്നു, ദൈവം ഒരു കൃഷിക്കാരനെ പോലെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. നല്ല ചിന്തകളും ആശയങ്ങളും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളും കൊണ്ട് ദൈവം നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കും എന്ന് ദൈവം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കാം. ദൈവം പ്രവർത്തിക്കട്ടെ, ദൈവം നമ്മെ ശുദ്ധീകരിക്കട്ടെ, ദൈവം നമുക്ക് നല്ല ചിന്തകൾ തരട്ടെ. അതിനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം.